ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു ചേത്തൊക്കെ എടുത്തായിരുന്നു. കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ഈ വണ്ടി അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു 2-3 വർഷമായി ഇതൊട്ട് യൂസ് ചെയ്യാണ്ടായിട്ട്. ഇതിൻ്റെ ടയറൊക്കെ ഫ്ലാറ്റാണ്. അതുകൊണ്ട് നമ്മളിതെടുത്ത് ജിപ്സിയിൽ വെക്കുവാണ്. ജിപ്സിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. രാജസ്ഥാനിൽ പണ്ടുണ്ടായിരുന്ന ഒരു മഹാറാണ പ്രതാപ് എന്ന് പറയുന്ന രാജാവിൻ്റെ കുതിരയുടെ പേരാണ് ചേതക്. അങ്ങനെയാണ് ഈ സ്കൂട്ടറിന് ചേതക് എന്ന് ബജാജ് പേരിട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് ഇന്ത്യക്കാരുടെ ആദ്യത്തെ വണ്ടിയായിരുന്നു ചേതക്. അന്നത്തെ അവരുടെ ടാഗ് ലൈനും ഹമാര ബജാജ് എന്നായിരുന്നു, അതായത് നമ്മുടെ ബജാജ് എന്ന്. കോവിഡിന് ശേഷം അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് മൊത്തം വല പിടിച്ചിരിക്കുമായിരുന്നു. എന്തായാലും വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് കുളിപ്പിച്ചെടുത്തു. കഴുകി കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ലുക്കൊക്കെ ആയി. വലിയ പ്രശ്നമൊന്നുമില്ല കണ്ടിട്ട്. അവിടെ വീട് പണി നടന്നപ്പോൾ കുറച്ച് പെയിൻ്റൊക്കെ തെറിച്ച് വീണിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. ഇത് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യിക്കണം, യൂസ് ചെയ്യണം, അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് വിചാരിച്ചു നമുക്കിത് നന്നായിട്ടൊന്ന് സ്ട്രിപ്പ് ഡൗൺ ചെയ്ത് നല്ലപോലെ റീസ്റ്റോർ ചെയ്തെടുക്കാമെന്ന്. നമുക്കൊരു സ്പെയർ ടാങ്കും ഹാൻഡിൽ ബാറും ഒക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളിത് ഓരോ പാർട്ടായിട്ട് ഊരിയെടുക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഫ്രണ്ടിലെ സ്റ്റോറേജ് ബോക്സൊക്കെ നല്ല വലുതാണ്. അങ്ങനെ നമ്മൾ വീലൊക്കെ ഊരിയെടുത്തു. ഇതിനകത്ത് ഒരുപാട് കേബിൾസ് ഉണ്ട്. ക്ലച്ച്, ആക്സിലറേറ്റർ, ബ്രേക്കിൻ്റെ 2 കേബിൾ, ഗിയറിൻ്റെ 2 കേബിൾ, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഊരിയെടുത്തു. എന്നിട്ട് അവസാനം എൻജിൻ ഊരി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു കേബിൾ നമ്മൾ മിസ്സായത് ശ്രദ്ധിച്ചത്. അങ്ങനെ അതും ഊരി കഴിഞ്ഞ് എൻജിൻ പുറത്തെടുത്തു. എൻജിൻ തൽക്കാലം പണിയാൻ ഉദ്ദേശമില്ല. കണ്ടിട്ടും വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല. എൻജിൻ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ വെയിറ്റൊക്കെ അങ്ങ് പോയി. ഇനി ബാക്കിയുള്ള വയറിങ്ങും ഹാൻഡിൽ ബാറും അതൊക്കെ ഊരിയെടുക്കണം. റിയർ ബ്രേക്ക് ഒഴിച്ച് ബാക്കി എല്ലാ കേബിൾസും ഈ ഹാൻഡിൽ ബാർ വഴി തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുത്തു. ലൈറ്റ്, ഹോൺ, ഇൻഡിക്കേറ്റർ അതെല്ലാം ഡിസ്കണക്ട് ചെയ്തു. ഹാൻഡിൽ ബാർ ഊരിയെടുത്ത ശേഷം നമ്മൾ ഫോർക്കും പുറത്തേക്ക് എടുത്തു. സെൻറ്റർ സ്റ്റാൻഡ് സ്പ്രിങ്ങുമാണ് ഇനി ഊരാനുള്ളത്. അങ്ങനെ അതും കൂടി ഊരിയെടുത്തപ്പോഴേക്കും വണ്ടി പീസായി. പ്ലാറ്റ്ഫോമിൻ്റെ താഴെ കുറച്ച് തുരുമ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെൽഡ് ചെയ്ത് പുതിയ പീസ് ഇടാനായിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി.
അങ്ങനെ തുരുമ്പൊക്കെ കളഞ്ഞ് പുതിയ പീസൊക്കെ ഇട്ട് വെൽഡ് ചെയ്തെടുത്തു. ഇനി അടുത്ത് നമുക്ക് പെയിൻ്റ് അടിക്കാൻ കൊണ്ടുപോകണം. എല്ലാം പീസാക്കി വെച്ചേക്കുന്നതുകൊണ്ട് ഓരോ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് പെയിൻ്റ് അടിക്കാനാണ് പ്ലാൻ. നമ്മളെന്തായാലും കളർ മാറ്റുന്നില്ല, ഈ സെയിം ഫാക്ടറി പെയിൻറ് തന്നെയാണ് അടിക്കുന്നത്. മെറ്റാലിക് പെയിൻ്റ് ആണ്. അപ്പോൾ ഈ പെയിൻ്റ് അടിക്കാനുള്ള ടൈം കൊണ്ട് നമ്മൾ കുറച്ച് സ്പേസ് ഒക്കെ കണ്ടുപിടിച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അറിയാൻ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്